All right. Places everyone. Camera action. ഹോളിവുഡ് ഇന്ന് നമുക്കറിയാവുന്ന സ്വപ്ന ഫാക്ടറിയായി മാറുന്നതിന് മുമ്പ് സിനിമയിൽ കഥകൾ എങ്ങനെ പറയാമെന്ന് ഒരു മനുഷ്യൻ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് എഡ്വിൻ സ്റ്റാൻഡർ പോട്ടർ എന്നായിരുന്നു. സിനിമയ്ക്ക് അതിൻ്റെ വ്യാകരണം നൽകിയ മറന്നുപോയ മുൻഗാമിയാണ് അദ്ദേഹം. 1870 പെൻസിൽവാനിയയിൽ ജനിച്ച പോട്ടർ സിനിമകളെ എന്നേക്കുമായി മാറ്റാൻ ശ്രമിച്ചില്ല. 1890കളുടെ അവസാനത്തിൽ തോമസ് എഡിസന്റെ കമ്പനിയിൽ പ്രൊജക്ഷനിസ്റ്റും ക്യാമറാമാനുമായി അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് പോട്ടർ കണ്ടു. യാഥാർത്ഥ്യം രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സിനിമയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന് സമയം, സ്ഥലം, വികാരം എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിയും. 1903 പോട്ടർ ദ ലൈഫ് ഓഫ് ആൻ അമേരിക്കൻ ഫയർമാൻ സംവിധാനം ചെയ്തു. അവിടെ അദ്ദേഹം സമൂലമായ പലതും ചെയ്തു. വ്യത്യസ്ത സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യസ്ത രംഗങ്ങൾ അദ്ദേഹം വെട്ടിച്ചുരുക്കി. ഇത് ക്രോസ് കട്ടിംഗ് ആയിരുന്നു. അത് വിപ്ലവകരമായിരുന്നു. ഇതുപോലുള്ള കഥപറച്ചിലുകൾ പ്രേക്ഷകർ മുമ്പിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വന്നു, ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി. എല്ലാം മാറ്റിമറിച്ചു. 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം തുടക്കം, മധ്യം, അവസാനം എന്നിവയുള്ളൊരു പൂർണ്ണ കഥ പറഞ്ഞു. ഔട്ട്ഡോർ ലൊക്കേഷനുകൾ, ക്യാമറ ചലനം, കാണികളെ അവരുടെ സീറ്റിൽ നിന്ന് ചാടിക്കയറാൻ പ്രേരിപ്പിച്ച ഒരു കൊള്ളക്കാരൻ്റെ അവസാന ഷോട്ട് എന്നിവയായിരുന്നു അതിലുണ്ടായിരുന്നത്. സിനിമകൾ റെക്കോർഡ് ചെയ്ത സ്റ്റേജ് നാടകങ്ങളോ ഡോക്യുമെന്ററികളോ അല്ല, ആഖ്യാനങ്ങളാകാമെന്ന് അദ്ദേഹം തെളിയിച്ചു. എഡിസണുമായി പോട്ടർ 250-ലധികം സിനിമകൾ സംവിധാനം ചെയ്തു. നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി. ദ എക്സ് കൺവിക്ട് പോലുള്ള സിനിമകൾ അദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങൾ പരിവേഷണം ചെയ്യുകയും അങ്കിൾ ടോംസ് ക്യാബിൻ പോലുള്ള ക്ലാസിക് കഥകൾ സ്വീകരിക്കുകയും ചെയ്തു. വിരോധാഭാസം എന്ന് പറയട്ടെ, സിനിമ വികസിച്ചതോടെ പോർട്ടർ പൊരുത്തപ്പെടാൻ പാടുപെട്ടു. 1910കളോടെ DW ഗ്രിഫിത്തിനെ പോലുള്ള സംവിധായകർ നൂതനാശയങ്ങൾ കെട്ടിപ്പിടിക്കുകയും അവരെ മറികടക്കുകയും ചെയ്തു. പോട്ടർ ഒടുവിൽ സംവിധാനം ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം സുരക്ഷിതമായിരുന്നു. എഡ്വിൻ എസ് പോട്ടർ 1941 മരിച്ചു. അദ്ദേഹം സൃഷ്ടിക്കാൻ സഹായിച്ച ഒരു ഹോളിവുഡ് അദ്ദേഹത്തെ മറന്നുപോയി. എന്നാൽ 2 കഥാസന്ദർഭങ്ങൾക്കിടയിൽ മുറിഞ്ഞു പോകുന്ന ഒരു സിനിമ കാണുമ്പോഴെല്ലാം, ഊന്നലിനായി ഒരു ക്ലോസപ്പ് കാണുമ്പോഴെല്ലാം, നിങ്ങൾ കാണുന്ന ഓരോ പാശ്ചാത്യ ഏറ്റുമുട്ടലുകളും നിങ്ങൾ പോട്ടറുടെ DNA കാണുന്നു. അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത്, സിനിമയെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ്.